ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഓം നമഃചണ്ഡികായൈ. ഹരി ഓം. ശ്രീമദ് ദേവി മഹാത്മ്യം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. സുദിനം നേരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 5-ാമത്തെ അധ്യായം ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഒരു 6 ശ്ലോകങ്ങൾ വരെ എടുത്തായിരുന്നു. ഹിമവാനിലേക്ക് പോയിട്ട് ദേവന്മാരെല്ലാം ദേവിയോട് ദേവിയെ പ്രതിഷ്ഠവും സ്തുതിക്കാനായിക്കൊണ്ട് എല്ലാവരും കൂടെ വിഷ്ണുമായയെ ഭജിക്കാനായി പോയി. വിഷ്ണുമായയെ സ്തുതിക്കുന്ന സ്തുതികളാണ് ഇന്ന് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ 61-ാമത്തെ ദിവസത്തെ ക്ലാസ്. ആദ്യം നമുക്ക് ആ പഴയ പുസ്തകത്തിലെ പോലെ, പഴയ പുസ്തകത്തിൽ വ്യത്യാസമൊന്നുമില്ല, കുറച്ച് 2 ശ്ലോകങ്ങൾ പിന്നെ 4 വരിയായിട്ട് എഴുതിയിട്ടുണ്ട്. ബാക്കി ശ്ലോകങ്ങൾ 2 വരിയായിട്ട് എഴുതിയിരിക്കുന്നത്. 9 മുതൽ ഒരു 15 വരെയുള്ള ശ്ലോകങ്ങൾ വായിക്കാം. നമോ ദേവ്യൈ മഹാദേവ്യൈ ശിവായൈ സതതം നമ. നമ പ്രകൃത്यै ഭദ്രായൈ നിയതാ പ്രണതാസ്മതാം. രൗദ്രായൈ നമോ നിത്യായൈ ഗൗര്यै ധത്രീ നമോ നമ. ജ്യോത്സ്നായൈ ചേന്ദുരൂപിണ്यै സുഖായൈ സതതം നമ. കല്യാണ്यै പ്രണതാവൃദ്ധ്यै നിസിദ്ധ്यै കൂർമ്यै നമോ നമ. നൈരത്यै ഭൂഭൃതാം ലക്ഷ്മ്यै ശർവാണ്यै തേ നമോ നമ. ദുർഗായൈ ദുർഗപാരായൈ സാരായൈ സർവകാരിണ്यै ഖ്യാത്यै തഥൈവ കൃഷ്ണായൈ ധൂമ്രായൈ സതതം നമ. അതിസൗമ്യാതിരൗദ്രായൈ നതാസ്തസ്यै നമോ നമ. നമോ ജഗത്പ്രതിഷ്ഠായൈ ദേവ്യൈ കൃത്यै നമോ നമ. ഇതിൽ പിരിച്ചു പറയാനൊന്നുമില്ല. പഴയ പുസ്തകത്തിലാണ് വായിച്ചത്. പിരിച്ചു പറയാനൊന്നുമില്ല. ചായ് ഇന്ദുരൂപിണ്യൈ ചേന്ദുരൂപിണ്യ, അത് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾക്ക് ഓരോ ശ്ലോകം എടുത്തിട്ട് വേഗം അർത്ഥം പറഞ്ഞ് പഠിക്കാം. ആദ്യത്തെ അഥ ശ്രീമദ് ദേവി മഹാത്മ്യേ ഉത്തമചരിതേ ദേവീദൂത സംവാദ നാമ പഞ്ചമോധ്യായ. ശ്ലോകം 7 മുതൽ 11 വരെ. ദേവാഊചു നമോ ദേവ്യൈ മഹാദേവ്യൈ ശിവായൈ സതതം നമ. നമ പ്രകൃത്यै ഭദ്രായൈ നിയതാ പ്രണതാസ്മതാം. രൗദ്രായൈ നമോ നിത്യായൈ ഗൗര്यै ധത്രീ നമോ നമ. ജ്യോത്സ്നായൈ ചേന്ദുരൂപിണ്यै സുഖായൈ സതതം നമ. കല്യാണ്यै പ്രണതാം വൃദ്ധ്यै സിദ്ധ്यै കൂർമ്यै നമോ നമ. നൈരത്यै ഭൂഭൃതാം ലക്ഷ്മ്यै ശർവാണ്यै തേ നമോ നമ. ദുർഗായൈ ദുർഗപാരായൈ സാരായൈ സർവകാരിണ്यै ഖ്യാത്यै തഥൈവ കൃഷ്ണായൈ ധൂമ്രായൈ സതതം നമ. അതിസൗമ്യാതിരൗദ്രായൈ നതാസ്തസ്यै നമോ നമ. നമോ ജഗത്പ്രതിഷ്ഠായൈ ദേവ്യൈ കൃത്यै നമോ നമ. ഇവിടം വരെ മതി. അതായത് ദേവന്മാർ ദേവിയെ സ്തുതിക്കുകയാണ്. നമോ ദേവ്യൈ മഹാദേവ്യൈ, ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. നമോ ദേവ്യൈ, ദേവ്യൈ നമ, ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. മഹാദേവ്യൈ നമ, മഹാദേവിക്കായിക്കൊണ്ട് നമസ്കാരം. ശിവായൈ നമ, ശിവയ്ക്കായിക്കൊണ്ട്, ശിവൻ മഹാദേവന, ശിവൻ്റെ പത്നിയായകൊണ്ട് ശിവ എന്ന് ദേവിക്ക് പേരുണ്ട്. ശിവയ്ക്കായിക്കൊണ്ട് സതതം നമ, സതതം എപ്പോഴും നമസ്കാരം. നമ പ്രകൃത്यै ഭദ്രായൈ,
പ്രകൃത്യൈ ഭദ്രായി പ്രകൃതി രൂപിണിയായ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. ലോകത്തിന് മംഗളത്തെ നൽകുന്ന ഭദ്രായി നമസ്കാരം. ഭദ്രയ്ക്കായിക്കൊണ്ട്, ഭദ്രത്തെ ചെയ്യുന്നവൾ ഭദ്ര, ഭദ്രയ്ക്കായിക്കൊണ്ട് നമസ്കാരം. നിയത പ്രണത സ്മ താം. നിയത നിയമിക്കുന്ന, നിയമിക്കപ്പെട്ട, പ്രണമിച്ചവരാകുന്നു. ഞങ്ങൾ ദേവിയെ പ്രണമിക്കാനായിട്ട് നിയോഗിച്ചവരായിരുന്നു ആകുന്നു. സ്മാതാം വയം. ഇവിടെ പ്രണതാഹ എന്ന് പറഞ്ഞാൽ പ്രണവിച്ചവരാകുന്നു. വയം പ്രണതാഹ. നിയതാഹ പ്രണതാഹ ഒക്കെ വയം, നമ്മളൊക്കെ അല്ലേ ദേവിയെ പ്രണമിക്കുന്നു. എല്ലാ ദേവിക്ക് ആയിക്കൊണ്ട് നമസ്കാരം. അതായത് സുഗ്രീവൻ എന്ന അസുരനെ ദേവിയുടെ അടുത്തേക്ക് വിടുന്നുണ്ട് ദൂതനായിട്ട്. അപ്പോൾ ആ ദൂതനും ദേവിയുമായിട്ടുള്ള ആ സംവാദമാണ് ഇവിടെ നടക്കുന്നത്. സുഗ്രീവൻ നമ്മുടെ രാമായണത്തിലെ സുഗ്രീവനല്ല കേട്ടോ, ഒരു അസുരനാണ് സുഗ്രീവൻ എന്നൊരു അസുരൻ. ആ അസുരനെ ദേവിയുടെ ദൂതനായിട്ട്. അപ്പോൾ ഇവിടെ ആദ്യത്തെ പറഞ്ഞു നമോ ദേവ്യൈ മഹാദേവ്യൈ ശിവായൈ സതതം നമ പ്രകൃത്യൈ ഭദ്രായൈ നിയത പ്രണതാസ്മത. അല്ലയോ മംഗളസ്വരൂപിണി. ഇവിടെ മംഗളസ്വരൂപിണിയായ അല്ലയോ ദേവി, ശരണം പ്രാപിക്കുന്നവരെ അല്ലേ അല്ല സ്വയം പ്രകാശരൂപിണിയായ ദേവി. നമോ ദേവ്യൈ മഹാദേവ്യൈ ശിവായൈ സതതം നമ പ്രകൃത്യൈ ഭദ്രായൈ നിയതാം പ്രണതാസ്മത. നിയത എന്ന് പറഞ്ഞാൽ നിയമിക്കപ്പെട്ട, പ്രണത എന്ന് പറഞ്ഞാൽ പ്രണമിക്കുന്ന. അപ്പോൾ സ്വയം പ്രകാശരൂപിണിയായ ദേവി നമസ്കാരം. മഹത്തുക്കളായ ബ്രഹ്മാദികളാൽ സ്തുതിക്കപ്പെടുന്ന അല്ലയോ ദേവി. അതാണ് നമോ ദേവ്യൈ മഹാദേവ്യൈ എന്ന് പറഞ്ഞത്. അപ്പം എല്ലാ മഹത്തുക്കളായ ദേവന്മാരാലും സ്തുതിക്കപ്പെടുന്നവൾ, ബ്രഹ്മാദി ദേവന്മാരാൽ സ്തുതിക്കപ്പെടുന്നവളായ ഭഗവതിക്കായിക്കൊണ്ട് നമസ്കാരം. അത് കഴിഞ്ഞ് നമ പ്രകൃത്യൈ ഭദ്രായൈ നിയത പ്രണതാസ്മ. എല്ലാം രക്ഷാസ്വരൂപിണിയായ അല്ലയോ ദേവി നമസ്കാരം. എല്ലാറ്റിനും കാരണഭൂതയും ഭദ്രഫലപ്രദയുമായ ദേവി, എല്ലാവർക്കും ഭദ്രത്തെ ചെയ്യുന്നവളുമായ ദേവി നമസ്കാരം. ഞങ്ങൾ വിനീതരായി പ്രണാമം ചെയ്തുകൊള്ളുന്നു എന്ന്. ആ വിനീതരായി പ്രണാമം ചെയ്യുന്നു എന്നുള്ള നിയതാ പ്രണതാസ്മതാം, പ്രണാമം ചെയ്യുന്നു എന്നർത്ഥം. അടുത്ത ശ്ലോകം രൗദ്രായൈ നമോ നിത്യായൈ ഗൗര്യൈ ധാത്രീ നമോ നമ ജ്യോത്സ്നായൈ ചേന്ദുരൂപിണി. ഇന്ദുരൂപിണിയാണ് ചേന്ദുരൂപിണി. സുഖായൈ സതതം നമ. രൗദ്ര, ഒരേ സമയം രൗദ്രയായും രൗദ്രസ്വരൂപിണി കോപസ്വരൂപിണിയായും നിത്യായൈ, അതായത് ദേവിക്ക് സൗമ്യയാണെങ്കിൽ സൗമ്യയാണ്, കോപം വന്നാൽ രുദ്രയാണ്. അങ്ങനെ സാഹചര്യം അനുസരിച്ച് ദേവിയുടെ സ്വഭാവം മാറും. അപ്പം രൗദ്രസ്വരൂപിണിയായ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. നിത്യയായി എന്നും ഒരുപോലെ ഇരിക്കുന്ന ദേവി, നിത്യയായ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. ഗൗരി എന്ന് പറഞ്ഞാൽ ഗൗരി ദേവി, അതായത് വെളുത്ത ദേവി. ആദ്യം ദേവി കറുത്തതായിരുന്നു, പിന്നെയാണ് ദേവി മഹാദേവൻ എപ്പോഴും കാളി എന്ന് വിളിച്ചപ്പോൾ അതിന് ഇതായിട്ട് ദേവി തൻ്റെ യോഗമായ കൊണ്ട് ആ കറുത്ത സ്കിന്നിനെ കളഞ്ഞ് വെളുത്ത സ്കിൻ ധരിച്ചു. സ്വയമായിട്ട് അതിനുള്ള ശക്തിയൊക്കെ ദേവിക്കുണ്ട്. അങ്ങനെയാണ് ദേവി പിന്നെ ഗൗരിയായത്. പിന്നെ മഹാദേവൻ ഗൗരി എന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പം ആ ഗൗരിക്കായിക്കൊണ്ട് നമസ്കാരം. ധാത്രി എന്ന് പറഞ്ഞാൽ
ധരിക്കുന്നവൾ എന്നും അർത്ഥമുണ്ട്, പോറ്റമ്മ എന്നും. എല്ലാവരെയും ലോകത്തെ മുഴുവനും പോറ്റി വളർത്തുന്ന അമ്മയാണ്. അതുകൊണ്ട് ധാത്രിക്കായിക്കൊണ്ട് നമസ്കാരം. പിന്നെ ജ്യോത്സ്ന എന്ന് പറഞ്ഞാൽ നിലാവ്, ചന്ദ്രിക, നിലാവ് എന്നൊക്കെ അർത്ഥം. ചന്ദ്രിക, നിലാവ് പോലെ. ഇന്ദുരൂപിണി, നിലാവും ചന്ദ്രികയുടെ നിലാവിൻ പോലെ അല്ലെങ്കിൽ ചന്ദ്രരൂപിണിയായിരിക്കുന്ന ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. സുഖായൈ സതതം നമ, സുഖം, എല്ലാവർക്കും സുഖത്തെ ചെയ്യുന്നവൾ സുഖരൂപിണി. അങ്ങനെ സ്വരൂപിണിയായിരിക്കുന്ന ദേവിക്കായിക്കൊണ്ട് സതതം എല്ലായ്പ്പോഴും നമസ്കാരം. രൗദ്രായൈ നമോ നിത്യായൈ ഗൗര്യൈ ധാത്രീ നമോ നമ, ജ്യോത്സ്നായൈ ചേന്ദുരൂപിണ്യൈ സുഖായൈ സതതം നമാം. സന്ദർഭാനുസരണം ക്രൂരയായും സൗമ്യയായും തോന്നിപ്പിക്കുന്ന അല്ലയോ ദേവി, നിത്യവും 8 വർഷത്തെ പ്രായം തോന്നിക്കുന്ന ഗൗരി ദേവി, ഒരു ബാലാദേവിയുണ്ട്. ദേവിയുടെ തന്നെ വിഭൂതിയാണ് ചെറിയ ഒരു 8 വയസ്സുള്ള പെൺകുട്ടിയുടെ രൂപത്തിൽ ആ ദേവി. ആ ദേവിയുടെ പേര് ഗൗരി. അപ്പോൾ ഗൗരി ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. ജഗന്മാതാവേ, ജഗത്തിൻ്റെ മുഴുവൻ അമ്മേ, സംസാരമാകുന്ന ആദിത്യൻ്റെ രശ്മികളാൽ, അതായത് ഇവിടെ പറഞ്ഞു ജ്യോത്സ്നായൈ ഇന്ദുരൂപിണ്യെന്ന്, അതിനാ പറഞ്ഞത് ആദിത്യൻ്റെ രശ്മികളാൽ തപിപ്പിക്കപ്പെടുന്ന സന്തപ്തരായ ഭക്തന്മാർക്ക് ആഹ്ലാദപ്രദായകമായ ചന്ദ്രികയ്ക്ക് തുല്യമാണ് ദേവി എന്ന്. ദേവിയെ ചന്ദ്രികയോട് ചേന്ദുരൂപിണിയായിട്ട് സങ്കല്പിക്കുന്നു. അല്ലയോ ദേവി, പരമാനന്ദ സ്വരൂപത്തെ വരുത്തുന്ന അല്ലയോ ഭഗവതി നമസ്കാരം. സുഖായൈ സതത നമ, സുഖസ്വരൂപിണിയായിരിക്കുന്ന ദേവിക്കായിക്കൊണ്ട് എല്ലായ്പ്പോഴും നമസ്കാരം. കല്യാണി പ്രണതാർത്ഥി, പുസ്തകത്തിൽ പാഠഭേദം കാണും. അത് നിങ്ങളുടെ പുസ്തകത്തിൽ എങ്ങനെ കിടക്കുന്നോ അങ്ങനെ വായിച്ചോ കേട്ടോ. പ്രണതാമൃദ്ധി എന്നാണ് ശരിക്കും. കല്യാണി പ്രണതാമൃദ്ധി, ചിലതിൽ പ്രണതാർത്ഥിഗ്നി എന്ന് പറഞ്ഞാൽ ആർത്തി ദുഃഖമാണ്, ഘ്നൈ എന്ന് പറഞ്ഞാൽ ഇല്ലാതെയാക്കുന്നു. അങ്ങനെയും ചില പുസ്തകത്തിലുണ്ട്. പിന്നെ ത്രൈവിക്രമ്യൈ എന്നുണ്ട്. നൈരുത്യൈ ഭൂഭൃതാം ലക്ഷ്മിയൈ ശർവാണി തേ നമോ നമ. ഇവിടെ കല്യാണി എന്ന് പറഞ്ഞാൽ മംഗളസ്വരൂപിണി എന്നർത്ഥം. പ്രണതാമൃദ്ധി, മംഗളസ്വരൂപിണിയായ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. പ്രണമിക്കുന്നു എന്നർത്ഥം. പ്രണമിക്കുന്നു. വൃദ്ധിയെ കൊടുക്കുന്നു. വൃദ്ധി എന്ന് പറഞ്ഞാൽ ഐശ്വര്യം, വർധനവ് എന്നൊക്കെ അർത്ഥം. സിദ്ധ്യൈ കൂർമ്മൈ, സിദ്ധി സ്വരൂപിണിയായിരിക്കുന്ന ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. സിദ്ധികളെല്ലാം, അഷ്ടസിദ്ധികളുണ്ടല്ലേ, അതെല്ലാം ഉള്ള ആ സിദ്ധിക്കായിക്കൊണ്ട് നമസ്കാരം. പിന്നെ കൂർമ്മൈ നമോ നമ, കൂർമ്മി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, കൂർമ്മരൂപിണിയായിരിക്കുന്നവൾ ആയ ദേവിക്ക് നമസ്കാരം. നൈരുത്തി നിർയതി കോണെന്ന് പറയും. നമ്മളുടെ ചില അമ്പലങ്ങളിലൊക്കെ നിർയതി കോണിലാണ് രക്ഷസുകളെ പ്രതിഷ്ഠിക്കുന്നത്. രക്ഷസുകളുടെ സ്ഥാനമാണ് നിർയതി കോൺ. അതാണിവിടെ നൈരുത്യൈ എന്ന് പറഞ്ഞാൽ. നൈരുത്യൈ ആയ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. നിര്യതി രൂപിണിക്കായിക്കൊണ്ട് നമസ്കാരം. ഭൂഭൃതാം ലക്ഷ്മി, ഭൂവിനെ, എന്ന് പറഞ്ഞാൽ ഭൂമി, ഭൃതാം എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നത്. ഭൂമിയെ ഭരിക്കുന്ന ആരാണ്? രാജാക്കന്മാർ. അപ്പം രാജാക്കന്മാർക്ക് ലക്ഷ്മിയെ, സമ്പത്ത് നൽകുന്നവൾ, രാജാക്കന്മാർക്ക് ലക്ഷ്മി സ്വരൂപിണിയായിരിക്കുന്ന ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. പിന്നെ ശർവാണി എന്ന് പറഞ്ഞാൽ ശർവൻ്റെ പത്നി. ശർവൻ ശിവനാണ്. ശിവപത്നിക്കായിക്കൊണ്ട് നമസ്കാരം. എല്ലായ്പ്പോഴും എല്ലാ പേരിനോടും നമസ്കാരം. അപ്പോൾ അവിടെ
കല്യാണ്यै പ്രണതാമൃത്यै സിദ്ധ്यै കൂർമ്മൈ നമോ നമ നൈരുത്യൈ ഭൂഭൃതാം ലക്ഷ്മി ശർവാണ്യൈ തേ നമോ നമ. അല്ലയോ മംഗളസ്വരൂപിണി, ശരണം പ്രാപിക്കുന്നവരുടെ ദീനതയെ പോക്കുന്ന ഭഗവതി, ത്രിഗുണപ്രധാനങ്ങളായ വിക്രമസ്വരൂപത്തോടു കൂടിയ ദേവി, ജ്യേഷ്ഠാസ്വരൂപിണി. ഇവിടെ നൈരുത്തി ആ ദേവി ജ്യേഷ്ഠാസ്വരൂപിണിയാണ്. അതാണ് അങ്ങനെ പറഞ്ഞത്. ജ്യേഷ്ഠസ്വരൂപിണി രാജ്യലക്ഷ്മിയും രാജലക്ഷ്മിയുമായ ഭഗവതി, ശ്രീ പരമേശ്വരൻ്റെ ശക്തിയായി വർത്തിക്കുന്ന പാർവതീ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. ശർവാണി എന്ന് പറഞ്ഞാൽ പാർവതീ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. അടുത്ത ശ്ലോകം: ദുർഗായൈ ദുർഗപാരായൈ സാരായൈ സർവകാരിണ്യൈ ഖ്യാത്യൈ തഥൈവ കൃഷ്ണായൈ ധൂമ്രായൈ സതതം നമ. ഇവിടെ ദുർഗായൈ ദുർഗപാരായൈ, ദുർഗം എന്ന് പറഞ്ഞാൽ ദുർഘടം അല്ലേ, ദുഃഖം. ആ ദുഃഖത്തെ ഇല്ലാതാക്കുന്ന ആ ദേവിക്ക്, ദുർഗയ്ക്ക് ആയിക്കൊണ്ട്, ദുർഗത്തെ ഇല്ലാതാക്കുന്നവൾ ദുർഗ, ദുർഗാദേവിക്കായിക്കൊണ്ട് നമസ്കാരം. ദുർഗപാരായൈ, അതായത് ദുർഗത്തെ തരണം ചെയ്യുവാൻ സഹായിക്കുന്ന ദേവി, അതാ ദുർഗപാരായൈ. പാരായ എന്ന് പറഞ്ഞാൽ തരണം ചെയ്യുക. ദുർഗത്തെ തരണം ചെയ്യാൻ, ദുർഗത്തെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. പിന്നെ സാരായൈ, എല്ലാ പേരിനും എല്ലാവർക്കും നമസ്കാരം. സർവകാരുണ്യൈ, പ്രപഞ്ചത്തെ മുഴുവനും ഭരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവളായ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. പിന്നെ ഖ്യാതി എന്ന് പറഞ്ഞാൽ യശസ്, കീർത്തി, യശസ്വിയായിരിക്കുന്ന ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. തഥൈവ അപ്രകാരം തന്നെ കൃഷ്ണായൈ നമ. കൃഷ്ണരൂപിണിയായിരിക്കുന്നവൾ, കർത്തവളായ ദേവി, കൃഷ്ണാസ്വരൂപിണിയായിരിക്കുന്നവൾക്ക് നമസ്കാരം. ധൂമ്രായൈ സതതം നമ. ധൂമ്രം എന്ന് പറഞ്ഞാൽ ചെമ്പിൻ്റെ കളറ്, ചെമ്പിച്ച കളറോട് കൂടിയിരിക്കുന്ന ദേവി, അതായത് ഉപാസകന്മാർക്ക് ദുഷ്കരം. അതാ ദേവി ദുർഗായൈ ദുർഗപാരായൈ സാരായൈ സർവകാരിണ്യൈ ഖ്യാത്യൈ തഥൈവ കൃഷ്ണായൈ ധൂമ്രായൈ സതതം നമാം. ഉപാസകന്മാർക്ക് ദുഷ്കരമായ സ്വരൂപത്തോടു കൂടിയവളായ ദേവി, സംസാരസാഗരത്തിൻ്റെ മറുകര കാട്ടിത്തരുന്നത് ഭഗവതി, എല്ലാവരുടെയും ഇച്ഛയെ സാധിപ്പിക്കുന്ന ദേവി, എല്ലാറ്റിനും കാരണഭൂതയും സ്വാത്വികയും രാജസിയും താമസിയും. അവിടെ 3 കളർ പറഞ്ഞില്ലേ, കൃഷ്ണ, ധൂമ്ര എന്നൊക്കെ. അതാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞത്. എല്ലാവരുടെയും ഇച്ഛയെ സാധിപ്പിക്കുന്ന ദേവി, എല്ലാറ്റിനും കാരണഭൂതയും സാത്വികി, വെളുപ്പിൻ്റെ ഇതാണ് സാത്വികം, രാജസി പിന്നെ താമസം, അതായത് സത്വരജസ്തമോ ഗുണങ്ങൾ ആയി വർദ്ധിക്കുന്ന അല്ലയോ ഭഗവതി, അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. എല്ലാ സത്വരജസ്തമോ ഗുണങ്ങൾ ഉള്ളവളായ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. ദുർഗായൈ ദുർഗപാരായൈ സാരായൈ സർവകാരിണ്യൈ ഖ്യാത്യൈ തഥൈവ കൃഷ്ണായൈ ധൂമ്രായൈ സതതം നമ. ഉപാസകന്മാർക്ക് ദുഷ്കരമായ സ്വരൂപത്തോടു കൂടിയ ദേവി, സംസാരസാഗരത്തിൻ്റെ മറുകര കാട്ടിത്തരുന്ന അല്ലയോ ദേവി, എല്ലാവരുടെയും ഇച്ഛയെ സാധിപ്പിക്കുന്ന ദേവി, എല്ലാറ്റിനും കാരണഭൂതയും സ്വാത്വികയും രാജസിയും താമസിയുമായി വർത്തിക്കുന്ന ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. അടുത്ത ശ്ലോകം: അതിസൗമ്യാതിരൗദ്രായൈ നതാസ്തസ്യൈ നമോ നമ. നമോ ജഗത്പ്രതിഷ്ഠായൈ ദേവ്യൈ കൃത്യൈ നമോ നമ. അതിസൗമ്യ അതിരൗദ്രായൈ, അതിസൗമ്യയായും അതിരൗദ്രവതിയായും നതാസ്തസ്യൈ, അങ്ങനെയുള്ള ആ ദേവിക്കായിക്കൊണ്ട് നമസ്കരിക്കുന്നു.
നമോ ജഗത് പ്രതിഷ്ഠായൈ, ജഗത്തിൻ്റെ ആധാര ആഭൂതയായിരിക്കുന്ന ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. ദേവ്യൈ കൃത്യൈ നമോ നമ. കൃതി അതായത് സത്വരജസ്തമോ ഗുണങ്ങളായ ത്രിഗുണങ്ങളുടെ പ്രവർത്തികൾ അല്ലേ, സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്ന ദേവിക്കായി നമസ്കാരം. അതിസൗമ്യ രൗദ്രായൈ നഥാസ്തസ്യൈ നമോ നമ. നമോ ജഗത് പ്രതിഷ്ഠായൈ ദേവി കൃത്യൈ. ഇവിടെ ചില പുസ്തകത്തിൽ കൃത്യൈ എന്നുണ്ട്, അത് കൃതി എന്നർത്ഥം. ചില പുസ്തകങ്ങളിൽ ഭൂത്യൈ എന്നാണ്, ഭൂതങ്ങൾക്കായിക്കൊണ്ട് നമസ്കാരം. അപ്പോൾ ഇവിടെ നമുക്ക് ഭക്തന്മാർക്ക് അതിസൗമ്യയും ദുഷ്ടന്മാർക്ക് അതിക്രൂരയുമായ അല്ലയോ ദേവി, ജഗത്തിന് ആധാരഭൂതയായിരിക്കുന്നവളെ, ദീപ്തസ്വരൂപിണി സമ്പദ്പ്രദായിനി ഒക്കെ ആയിരിക്കുന്ന ദേവിക്കായിക്കൊണ്ട് നമസ്കാരം എന്ന് ലാസ്റ്റ് ശ്ലോകം. അപ്പം കൃതിക്കായിക്കൊണ്ട് കൃതി ദേവിയുണ്ട്. ദേവിയെ കൃത്യൈ നമോ നമ. ആ കൃതികൾ ചെയ്യുന്ന പ്രവർത്തികളെയും കൃതി എന്ന് പറയാം. അതിനൊക്കെ ആയിക്കൊണ്ട്, എല്ലാത്തിനും ആയിക്കൊണ്ട് നമസ്കാരം. അതിസൗമ്യാതിരൗദ്രായൈ നഥാസ്തസ്യൈ നമോ നമ. നമോ ജഗത് പ്രതിഷ്ഠായൈ ദേവ്യൈ കൃത്യൈ നമോ നമ. ഒരു പ്രാവശ്യം കൂടി വായിക്കാം. ദേവാഊചോ നമോ ദേവ്യൈ മഹാദേവ്യൈ ശിവായൈ സതതം നമ. നമ പ്രകൃത്യൈ ഭദ്രായൈ നിയതാ പ്രണതാസ്മതാം. രൗദ്രായൈ നമോ നിത്യായൈ ഗൗര്यै ധാത്രീ നമോ നമ. ജ്യോത്സ്നായൈ ചേന്ദുരൂപിണ്यै സുഖായൈ സതതം നമ. കല്യാണ്यै പ്രണതാം വൃദ്ധ്यै സിദ്ധ്यै കൂർമ്यै നമോ നമ. നൈരൃത്यै ഭൂഭൃതാം ലക്ഷ്മീ ശർവാണ്यै തേ നമോ നമ. ദുർഗായൈ ദുർഗപാരായൈ സാരായൈ സർവകാരിണ്यै ഖ്യാത്यै തഥൈവ കൃഷ്ണായൈ ധൂമ്രായൈ സതതം നമ. അതിസൗമ്യാതിരൗദ്രായൈ നഥാസ്തസ്യൈ നമോ നമ. നമോ ജഗത് പ്രതിഷ്ഠായൈ ദേവ്യൈ കൃത്യൈ നമോ നമ. സകലം ശ്രീദേവ്യാർപ്പണമസ്തു. അടുത്ത ക്ലാസ്സിൽ വരും വരേക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നൽകുന്നു. അമ്മേ നാരായണ.